ഹലോ. കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയാണ് കേട്ടോ. കാരണം വേറൊന്നുമല്ല, എൻ്റെ ഫോൺ കുറച്ച് പഴയതായി. അപ്പോൾ ഫോണിൻ്റെ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ വീഡിയോ ചെയ്യാൻ ഭയങ്കര മടിയാണ് എനിക്ക്. അപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ വിചാരിക്കുകയാണ് ഒരു പുതിയ ഫോൺ വാങ്ങണമെന്ന്. പക്ഷേ ഒരിക്കലും സമയം കിട്ടുന്നില്ല. അപ്പോൾ ഇത് ഞങ്ങൾ യാദൃച്ഛികമായിട്ട് ഒന്ന് തൊടുപുഴ വരെ പോയതാണ് കേട്ടോ. അപ്പോൾ ഓക്സിജൻ ഷോറൂം കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, ഇവിടെ നിന്നാണ് 2 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ ഫോൺ വാങ്ങിയത്. എന്നാൽ ശരി, ഒന്ന് നോക്കിക്കളയാം എന്ന് വിചാരിച്ച് കടയിലോട്ട് കയറിയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വലിയ പ്ലാനൊന്നും ഇല്ലായിരുന്നു വാങ്ങാനായിട്ട്. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്നാൽ ഐഫോൺ 14 വാങ്ങിയാലോ, ഏതായാലും വാങ്ങുകയല്ലേ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ പ്ലാൻ മാറി. ഇപ്പോൾ ഞാൻ സാംസങ് S23 ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഗാലക്സി S23 ആണ്, സാംസങ്ങിൻ്റെ S23 ഫോണാണ് ഞാൻ വാങ്ങാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഫീച്ചേഴ്സൊക്കെ കൂടുതലായിട്ട് ചോദിക്കാം. പറയാമോ S23 ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന്? ഇത് നമുക്ക് സാംസങ്ങിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് വരുന്നത്. ഇത് വരുന്നത് 8GB റാം 128GB സ്റ്റോറേജ് വേരിയൻ്റാണ് മാഡം യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ക്രീനാണ് വരുന്നത്. ഡൈനാമിക് ആമോലെയാണ് ഇതിൻ്റെ സ്ക്രീൻ വരുന്നത്. അത്യാവശ്യം തന്നെ നല്ല ബ്രൈറ്റ്നസ് കാര്യങ്ങൾ മാഡത്തിന് വ്ലോഗൊക്കെ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് കാര്യങ്ങളൊക്കെ കൂടി തന്നെ വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് ഫോൺ വരുന്നത്. അത്യാവശ്യം നമുക്ക് ചെറിയ വെള്ളം കയറുമോ അല്ലെങ്കിൽ വെള്ളം സ്പ്ലാഷ് പ്രൂഫൊക്കെ ആണെങ്കിലും ഇതിന് കുഴപ്പമില്ലാതെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ക്യാമറ ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നോളജി യൂസ് ചെയ്തിരിക്കുന്ന ക്യാമറ കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. പിന്നെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്, വയർലെസ് പവർ ഷെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നുണ്ട്. എന്തുകൊണ്ടും മാഡത്തിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെറ്റർ ചോയ്സാണ് S23. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിക്കട്ടെ. ഓക്കെ. ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് ഏകദേശം 75,000 ആയി. ഞാൻ EMI ആയിട്ടാണ് വാങ്ങിയിരിക്കുന്നത് കേട്ടോ. 2 വർഷത്തെ EMI ഏകദേശം 3,000 സംതിങ് നമുക്ക് അടയ്ക്കണം. അതുപോലെ പ്രോസസ്സിംഗ് ഫീ ആയിട്ടും 3,000 സംതിങ് വരുന്നുണ്ട്. അപ്പോൾ പുതിയ ഫോണൊക്കെ കിട്ടിയ സന്തോഷത്തിൽ ഞാൻ പോവുകയാണ്. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.